നമുക്ക് ഈ സത്യം എന്നാ മനസ്സിലാക്കാൻ പറ്റുക? മറ്റുള്ളവരുടെ ഏട്ടപ്പഴകുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അത്ര എളുപ്പമല്ല. കാരണം എന്താണെന്നറിയോ? നമ്മൾ ഓരോരുത്തരും വി ആർ ആൾ സഫറിങ്. എന്തോ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ പലരും പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുമായിട്ടാണ് നമ്മൾ ഏട്ടപ്പഴക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി. ചിലപ്പോൾ ആകുലത, വ്യാകുലത എന്ന് പറയുക, ആങ്സൈറ്റി, അല്ലെങ്കിൽ ചെറുപ്പകാലത്തിലുണ്ടായിട്ടുള്ള എന്തൊക്കെയോ കുറേ കുറ്റബോധങ്ങൾ, എന്തൊക്കെയോ ഭയപ്പാടുകൾ, അരക്ഷിതാവസ്ഥ, നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ള ആ ലക്ഷ്യമുണ്ടല്ലോ, അത് ആകെ കോംപ്ലിക്കേറ്റഡാണ്. ആ വഴി അത്ര വ്യക്തമല്ല. അതാണ് മനുഷ്യ ജീവിതം. ഒരു ടെൻഷനും പ്രശ്നമില്ലാത്ത ഒരാളെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അങ്ങനത്തെ ഒരു മനുഷ്യൻ നിലവിലില്ല. നമുക്ക് അതേസമയം ഈ ടെൻഷനും പ്രഷറും ഒക്കെ ആരുടെങ്കിലൊക്കെ ഇത് പറഞ്ഞെന്ന് സമാധാനം കിട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. യഥാർത്ഥ സ്നേഹം, യഥാർത്ഥമായ സുഹൃത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ ഓരോ പെർഫെക്ഷനായിട്ടുള്ള കാര്യങ്ങളെയും അംഗീകരിക്കുന്ന ആളുകളെക്കുറിച്ചല്ല. അങ്ങനെ എളുപ്പത്തിൽ കൂട്ടുകൂടാനും സ്നേഹിക്കാനും പറ്റിയ ആളുകളോട് കൂട്ടുകൂടാൻ, അതിന് നമുക്ക് സ്നേഹമെന്നോ സൗഹൃദം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് ഒരു തിരഞ്ഞെടുപ്പാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അവനവൻ്റെ തെറ്റുകുറ്റങ്ങളെ ഏറ്റെടുക്കാൻ, സഹിക്കാനും, അതായത് നമ്മുടെ തെറ്റുകുറ്റങ്ങളെ അംഗീകരിക്കാനും അതിനെ ഉൾക്കൊള്ളാനും തയ്യാറുള്ള രണ്ട് വ്യക്തികൾക്കിടയിൽ ഒരു സ്പേസ്, സേഫായിട്ടുള്ള, അതായത് നമുക്ക് എന്തും പറയാൻ പറ്റിയ ഒരു സേഫായിട്ടുള്ള ഒരു സ്പേസ്. അതായത് നമ്മൾ സോറി എന്ന് പറയേണ്ട പോലെ ആവശ്യമില്ല. കാരണം അവർക്ക് പരസ്പരം അറിയാം ഇത് അങ്ങനെയാണ്. അത് മറ്റൊരു തരത്തിലാകണമെന്ന് അവർ പരസ്പരം ഡിമാൻഡ് ചെയ്യുന്നില്ല. നമ്മളെല്ലാവരും പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെയല്ലേ? ആരെങ്കിലും ഉണ്ട് പുരോഗമിക്കാൻ ആഗ്രഹിക്കാത്തവർ? അതുകൊണ്ട് തന്നെ ചില ആളുകളോടൊപ്പം നമുക്ക് ചിലപ്പോൾ ചില സമയങ്ങളിൽ നിലനിൽക്കാൻ പ്രയാസം അനുഭവപ്പെടും. ഇതൊക്കെ അതിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഒരു വ്യക്തിനോട് അടുക്കുന്നത് അവരിലും നമ്മളിലുള്ള ആ പെർഫെക്ഷൻ ഉണ്ടല്ലോ, തെറ്റുകുറ്റങ്ങളില്ലാത്ത കാര്യങ്ങൾ, അവയല്ല നമ്മളെ പരസ്പരം അടുപ്പിക്കുന്നത്. അതായത് നമ്മളിലും മറ്റുള്ളവരിലും ഒരു കുഴപ്പമുണ്ടെന്ന് വിചാരിക്കാം. ആ കുഴപ്പം നമ്മൾ രണ്ട് കൂട്ടരും ഒരുമിച്ച് നിന്ന് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നിക്കുന്നത്. അതായത് രണ്ട് കൂട്ടർക്കും ക്ഷമയില്ലെങ്കിൽ ആ ക്ഷമ രണ്ട് കൂട്ടർക്കും ആവശ്യമായതുകൊണ്ട് ആ ക്ഷമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ഷമയില്ലാത്ത രണ്ട് ആളുകൾ ഒരുമിക്കുന്നത്. അതൊരിക്കലും രണ്ട് ക്ഷമയുള്ള ആളുകൾ ഒരുമിക്കില്ല. ഇത് നമ്മളുടെ കൂട്ടായിട്ടുള്ള പ്രയാസങ്ങൾ, മനുഷ്യത്വത്തിൻ്റെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രയാസം മാത്രമല്ല. മനസ്സിലാക്കുക, നമ്മളുടെ ന്യൂനതകൾ നമ്മളെ ഒരിക്കലും അശക്തരാക്കുന്നില്ല. അത് നമ്മളെ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള അവസ്ഥയിൽ നിന്ന്, അതായത് ഒറിജിനൽ, അതായത് കുറ്റമറ്റവരെന്ന് പറഞ്ഞ മനുഷ്യരല്ല, നമ്മളൊരു മനുഷ്യനാണ് എന്നുള്ളതിനുള്ള തെളിവായിട്ടാണ് നമ്മളുടെ അപാകതകൾ നമുക്കുള്ളിൽ കുടികൊള്ളുന്നത്.